എം.ടി. വാസുദേവൻ നായരും ഹരിഹരനും ഒത്തുചേർന്ന് മലയാള സിനിമയ്ക്ക് അസൂയാവഹമായിട്ടുള്ള ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അവർ ഒത്തുചേർന്ന ചിത്രമാണിത്. ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച. ഇത് ഒരു കോളേജ് ലെക്ചറുടെ അവരുടെ ഒരു കവിതയും അവരുടെ എഴുത്തും അവരുടെ അക്ഷരത്തിൻ്റേതായ താല്പര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഗാനം പിറക്കുന്നത്. വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ നിന്ന്. അപ്പോൾ അവർ കവിത ഇഷ്ടപ്പെടുന്നവർ, കവിത എഴുതുന്നവരാണ്. അപ്പോൾ അവർ എഴുതിയ കവിത ഇങ്ങനെ വായിക്കുകയാണ്. അവർ സ്വയം വായിച്ച് ആസ്വദിക്കുന്നതായിട്ടാണ് ഈ രംഗം. അപ്പോൾ സംവിധായകനെ സംബന്ധിച്ച് ഇവർ കവിത വായിക്കുന്നു, അവർ ആസ്വദിക്കുന്നു എന്നുള്ളത് മാത്രം ആ സിറ്റുവേഷനിൽ മതി. കവിതയുടെ ഏത് തലങ്ങളിലോട്ടത് പോകുന്നു എന്നുള്ളത് എഴുത്തുകാരൻ എഴുതാം. അതായത് യൂസഫ് അലിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രംഗമാണ്. കവിതയിൽ എന്ത് വേണം എന്നുള്ളതിനകത്ത് വലിയ ഡിമാൻഡൊന്നുമില്ല. അത് തീർച്ചയായിട്ടും അത് യൂസഫ് അലിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സാവകാശം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വികസിക്കുന്ന ഒരു കവിത. ഈ കവിതയ്ക്ക് എങ്ങനെയാണ് സംഗീതം വേണ്ടത് എന്ന് എം.ബി. ശ്രീനിവാസനെ പോലെ ഒരു പ്രതിഭാശാലിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഏറ്റവും നല്ല മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്ന കവിതകൾ പോലെയുള്ള ഗാനങ്ങളും അത് കവിതകൾ തന്നെ വളരെ മനോഹരമായിട്ട് സംഗീതം ചെയ്തിട്ടുള്ള സംഗീത സംവിധായകനാണ് എം.ബി.എസ്. എം.ബി.എസിൻ്റെ പാട്ടുകൾക്കെല്ലാം ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു എന്താ പറയുക, ഒരു വിഷാദം, രസമുണ്ട്. അത് ശരിക്കും ഈ പാട്ടിലുമുണ്ട്. എം.ബി.എസിൻ്റെ ഇഷ്ടപ്പെട്ട ഗായികയാണ് ജാനകിയമ്മ. ജാനകിയമ്മ തന്നെയാണ് മനോഹരമായിട്ട് ഈ പാട്ട് ഇതും ഒരു ടിപ്പിക്കൽ കോമ്പോസിഷനാണ്. പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ടഫാണ് പാട്ട്. ഈ പാട്ട് കേൾക്കുന്ന ഒരു സംഗീത ആസ്വാദകനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ആശങ്കയോ സംശയമോ ഇല്ല ഇത് എം.ബി.എസിൻ്റെ പാട്ടാണെന്നുള്ളത്. കാരണം എം.ബി.എസ് സാറിൻ്റെ പാട്ടുകളിൽ സാധാരണ ഉണ്ടാവാറുള്ള സംഗീതപരമായ പല പ്രത്യേകതകളും ഈ പാട്ടിലുണ്ടെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക സംഗതികൾ അല്ലെങ്കിൽ ചില പ്രത്യേക മോഡുലേഷൻസ്, കയറ്റിറക്കങ്ങൾ എല്ലാം തന്നെ ഈ പാട്ടിലുമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എം.ബി.എസ് സാറിൻ്റെ സിഗ്നേച്ചറുള്ള മനോഹരമായ പാട്ട് തന്നെയാണ് വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ എന്നുള്ളത്. എം.ടി. വാസുദേവൻ നായരും ഹരിഹരനും ഒത്തുചേർന്ന മറ്റൊരു ചിത്രം വളർത്ത് മൃഗങ്ങൾ. ഒരു സർക്കസ് കൂടാരവും അതിലുള്ള മനുഷ്യരുടെയും അവരുടെ പ്രണയത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയൊക്കെ ഒരു കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ, അതിന് സാഹസികനായിട്ടുള്ള ഒരു നായകൻ. അയാളുടെ ഉള്ളിലൊരു പ്രണയമുണ്ട്. ആ പ്രണയം വരുമ്പോഴാണല്ലോ പാട്ടും സ്വാഭാവികമായിട്ട് വരിക. അയാൾ നമ്മുടെ സർക്കസ് കൂടാരത്തിലെ ആ കളികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകാന്തമായിട്ടൊരു നിമിഷത്തിൽ മറ്റവരൊക്കെ ഉറങ്ങാൻ പോകുന്നു, എല്ലാവരും അവിടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അയാളൊരു പാട്ട് പാടും. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേരുകയാണ്, ശുഭരാത്രി നേരുകയാണ്. അതാണ് ഈ ഗാനരംഗം. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി.
ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി. ഒരു തെണ്ടുമോരേ കാന്തപത്യകനു കാവൽ നിൽക്കും താരസഖികളേ, നിങ്ങൾക്കു നന്ദി ശുഭരാത്രി ശുഭരാത്രി. അല്ല ഇതിലെ ഗാനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു മൗലികമായിട്ട് അതിനൊരു സ്വാതന്ത്ര്യം തേടുകയും അത് സിനിമയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സൗന്ദര്യമുള്ള പാട്ടുകളാണിത്. തനി സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്ന രീതിയിലോട്ട് വരാതെ ഒരു കവിതയുടെയൊക്കെ ഒരു സുഖമുള്ള പാട്ടുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതെന്തെന്നാൽ MT വാസുദേവൻ നായരാണ് ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എഴുതി. യൂസഫലി കച്ചേരിയായിരുന്നു ഇതിലെ ഗാനങ്ങൾ എഴുതേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് കൃത്യസമയത്ത് വരാനും സഹകരിക്കാനും സാധിക്കാതെ പോയി. അപ്പോൾ ഹരിഹരൻ്റെ തന്നെ നിർബന്ധം കൊണ്ടാണ് MT സാർ ഇതിലെ ഗാനങ്ങൾ എഴുതിയത്. പുരാണഖിലയുടെ മൈതാനത്തിൽ ചുവന്ന ജയപുരിയിൽ സിന്ധു തടത്തിൽ പൂർണിക്കരയിൽ എന്നും മേൽപ്പുര എനിക്കു നൽകിയ നീലവാനമേ, എന്നും മേൽപ്പുര എനിക്കു നൽകിയ നീലവാനമേ, നിന്റെ കൈവിളക്കൊളി കണ്ടു മയങ്ങാൻ അനുമതി തന്ന മനസ്സിനു നന്ദി ശുഭരാത്രി ശുഭരാത്രി. MTയും ഹരിഹരനും ഒന്നിച്ച മറ്റൊരു ചിത്രത്തിലേക്ക് വരാം. വെള്ളം എന്ന സിനിമ. ഇത് എന്തുകൊണ്ട് ഒത്തിരി നാൾ നീണ്ടുപോയി, ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഒത്തിരി പോയതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ മാസികകളിൽ കൂടിയൊക്കെ വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. ഇല്ല, പ്രളയമൊക്കെ വളരെ സാങ്കേതിക തികവോടുകൂടി ഒത്തിരി സമയമെടുത്ത് ചിത്രീകരിച്ച ഒത്തിരി പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല ചിത്രമായിരുന്നു, കണ്ടിരിക്കാൻ സുഖമുള്ള ചിത്രമായിരുന്നു. തീർച്ചയായിട്ടും ഹരിഹരൻ MT ടീമിൻ്റെ ചിത്രങ്ങൾ ഏതാണ് മോശമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല ഗാനങ്ങളുണ്ട്. ഇത് ദേവരാജ് മാസ്റ്ററാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. മുല്ലനഴി എന്ന ഗാന രചയിതാവിനെ സഹകരിപ്പിച്ച ചിത്രമാണ് ഹരിഹരനകത്ത്. കോടനാടൻ മലയിലെ എന്നുള്ള പാട്ട് എടുത്തു പറയേണ്ട പാട്ടാണത്. അതുപോലെ ഇതിനകത്ത് മറ്റൊരു പാട്ട്, നമ്മൾ ആ പാട്ടിലേക്കാണ് വരുന്നത്, സൗരയൂഥ പഥത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അപ്പോൾ ഇത് ഒരു നായകൻ, അതിൻ്റെ സിറ്റുവേഷൻ, നായകൻ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തിലേക്ക്, കോവിലകവുമായി ബന്ധപ്പെട്ടൊരു തമ്പുരാട്ടിയുടെ ഒരു പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പൂർവ്വകാലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോകുന്നതാണ് ഈ രംഗം. അങ്ങനെ ആ രംഗത്ത് പിറക്കുന്ന ഒരു ഗാനം മനോഹരമായിട്ട് ഹരിഹരൻ ചിത്രീകരിച്ചിരിക്കുന്നു. സൗരയൂഥ പഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു, മേഘദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു. സൗരയൂഥ പഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു, മേഘദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു. സൗരയൂഥ പഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു. അപ്പോൾ ഈ പാട്ടും തുടങ്ങി ഇതെവിടെയാണെന്നുള്ള ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ച അവസാനം അത് ഹംസധ്വനിയുടെ വഴികളിലൂടെ ഒഴുകിയാണ് നമ്മൾ കേട്ടത്. ഹംസധ്വനി എന്ന് പറഞ്ഞ രാഗത്തിൽ നമ്മൾ എത്രയോ പാട്ടുകളും കീർത്തനങ്ങളും ഒക്കെ കേട്ട് പരിചയമുള്ളവർ പോലും ഇത് ഹംസധ്വനിയാണെന്ന് പറയുമ്പോൾ അത്ഭുതത്തോടുകൂടി ഇത് കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഹംസധ്വനിയുടെ അതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു സൗന്ദര്യം, പുതിയൊരു പാത നമുക്കായിട്ട് ദേവരാജ് മാസ്റ്റർ സമ്മാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നു. അമ്പലമുറ്റ തന്തിയിൽ പൂത്ത് ചെമ്പകം കാത്തു നിന്നു, അമ്പലമുറ്റ തന്തിയിൽ പൂത്ത് ചെമ്പകം